അമ്പലത്തിൽ പോയിട്ട് കർക്കിടക കഞ്ഞി കുടിക്കുമ്പോ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ട്. ഹൈ ഗായ്സ്, ഞാൻ അപ്പിലോ. തലേന്ന് വൈകുന്നേരം അമ്പലത്തിലേക്കുള്ള ഇലകളൊക്കെ വെട്ടിത്തുടങ്ങി. പ്രസാദത്തിന് കൊടുക്കാനുള്ള ഇലകളാണ്. അതൊക്കെ ഏകദേശം വെട്ടിക്കഴിഞ്ഞതും പിറ്റേന്ന് രാവിലെ തന്നെ കുളിച്ചു കുട്ടപ്പനായിട്ട് അമ്പലത്തിലേക്ക് പോവാണ്. കഞ്ഞി കുടിക്കാനുള്ള ആവേശത്തിന്റെ ചിരിയാണ് മുഖത്ത് ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് എന്റെ നാട്ടിലെ സ്വന്തം ശ്രീ ചെറുപ്പിൽ ഭഗവതി ക്ഷേത്രം. ഒരുപാട് വേലകളും പൂരകളും വിശ്വാസങ്ങളും സന്തോഷങ്ങളും ഓർമ്മകളും എല്ലാതും കൂടി കൂട്ടിക്കെട്ടിയ ഒരു ചെറിയൊരു അമ്പലം. ഇന്നലെ നമ്മൾ വെട്ടിവെച്ച ഇലകൾ തിരുമേനിന്റെ അടുത്തേക്ക് കൊടുക്കാൻ പോവാണ്. ഞാനീ പൊട്ടിത്തെറിച്ച് കുത്തിച്ചാടി പോയപ്പോ തിരുമേനി പറഞ്ഞു, നമ്മുടെ ഈ മൊഞ്ചുള്ള ഷർട്ടൊന്നും ഇട്ടിട്ട് ഉള്ളിൽ കയറാൻ പറ്റൂലാന്ന്. പോരാത്തതിന് ക്യാമറ അലോഡല്ല. അങ്ങനെ വേഗം ഷർട്ടൂരി ഞാൻ ഉള്ളിൽ കയറി. പുറത്തിറങ്ങിയത് മുടങ്ങാണ്ട് കഞ്ഞി വാങ്ങാൻ വരുന്ന മീനാക്ഷി ചേച്ചിനെ കണ്ടു. അങ്ങനെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾക്ക് വേണ്ടി കുറച്ചധികം കാര്യങ്ങൾ ചെറുപ്പിൽ ഭഗവതി അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരെയും എല്ലാവിധ ആപത്തുകളിൽ നിന്നും കാക്കണേന്ന്. ഇനി നമ്മൾ കുറച്ച് ചെറുപ്പക്കാരികൾ അടുത്തേക്ക് പോവാണ്. ഇവരൊക്കെയാണ് അവരൊക്കെ മുടങ്ങാതെ എന്നും വരുന്ന കുറച്ച് നല്ല മുഖങ്ങൾ. ഞാനിങ്ങനെ കുറച്ചേരം പടായി കടിച്ചിരിക്കുമ്പോഴത്തേന് എന്നെ അടുക്കളയ്ക്ക് വിളിച്ചു. ഇതാണ് മക്കളെ കൊല്ലത്തിൽ ഒരു മാസത്തിൽ മാത്രം കിട്ടുന്ന ഒരു ഐറ്റം. ചൂടാവി ഇങ്ങനെ പറന്നോണ്ടിരിക്കുന്ന കർക്കിടക കഞ്ഞി. ഇതിങ്ങനെ കോരി കോരി കുടിക്കാനുള്ള ടേബിളും ചെയറൊക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അമ്പലത്തിന്റെ അകത്തളത്തിൽ നിന്ന് മണി അടിച്ചതും കൊടുക്കാൻ തുടങ്ങും. കൂടെ തന്നെ നല്ല കടലുപ്പേരിയും അച്ചാറും ഉണ്ട്. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ മണി അടിച്ചതും വിളമ്പി തുടങ്ങി. കണ്ടു നിന്ന് വെള്ളറക്കി മതിയായപ്പോ പ്ലേറ്റ് കൊടുത്ത് ഞാനും ഇറങ്ങി. പൊന്നു മക്കളെ, ചൂട് കഞ്ഞിയും കടലുപ്പേരിയും അച്ചാറും കൂടി ഒരു പിടി പിടിച്ചു നോക്കണം. എന്റെ പൊന്നോ, ഇതിന്റെ ഫീൽ ഒന്നും പറഞ്ഞറിയിക്കാനേ പറ്റൂല. എന്തപ്പോ പറയാ, മസ്റ്റ് 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 ട്രൈ. ഉള്ളിൽ ഒരുപാട് കാലത്ത് ആഗ്രഹമായിരുന്നു, അതങ്ങോട്ട് നടന്നു. വീഡിയോ കണ്ടിരിക്കുന്ന നിങ്ങളുടെ പുഞ്ചിരി പോലെ തന്നെ ഞാനും ആ പുഞ്ചിരിയോട് കൂടി ഇറങ്ങി. അപ്പസലാം.